എല്ലാം പറിച്ച് ഉണക്കിയെടുത്താ? ഇതെല്ലാം എപ്പാണ് ചെയ്തേ? ഇതെല്ലാം ഇതിൻ്റെ ചെയ്യേണ്ട ഓരോ സമയമുണ്ട്. ആ സമയത്ത് തന്നെ ചെയ്യണം. എനിക്ക് പിന്നെ അതൊന്നും അറിയണ്ടല്ലോ. നിനക്ക് അപ്പോൾ 24 മണിക്കൂർ ഈ ഫോണും കുത്തിപ്പിടിച്ചിരുന്നാൽ മതിയല്ലോ. ജാലോച്ചിൻ്റെ പണിന് പണിയായി. അശ്വതിക്കാ എന്ത് പണി? എന്തോ പണി കിട്ടിയെന്ന് പറഞ്ഞ്. എന്നാൽ അക്കൗണ്ടൻറ്റിൻ്റെ പണിയാ അങ്ങനെ എന്തോ തോന്നുന്നു. ഒരാഴ്ച ആയാലും പോന്ന്. ഓ ഞാന്ന് വലിയ പണി കിട്ടിന്ന് പറഞ്ഞിനി. അക്കൗണ്ടന്റിന്റെ പണി ആർക്കാ കിട്ടാത്തത്? ആർക്കാ കിട്ടാത്തതെന്ന് പറയുന്നത് നിനക്ക് കിട്ടിയ പണി. നിന്നെപ്പോലെ തന്നെ നിൻ്റെ ഒരുമിച്ച് തന്നെ പഠിച്ച പെണ്ണല്ലേ അത് നിൻ്റെ അത്രയും കൂടെ പഠിപ്പില്ലാണ്ട് എന്നിട്ടും അതിന് പണിയായി. ഇനി പണിയില്ലാണ്ട് ഇരിക്കുന്നോട് ചോദിക്കുന്നു ഇതാർക്കാ കിട്ടാത്തതെന്ന്. അനക്ക് അക്കൗണ്ടന്റിന്റെ പണിയൊന്നും വേണ്ട. ഓളക്കാട്ടിയും പഠിപ്പും വിദ്യാഭ്യാസവും കുറെ സർട്ടിഫിക്കറ്റും എനക്കുണ്ട്. ഞാൻ പഠിച്ച പണി തന്നെ എനക്ക് വേണം. അത് കിട്ടുന്ന വരെ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. അക്കൗണ്ടൻറ്റിൻ്റെ പണി അത്രക്ക് വലിയ മോശം എന്നൊന്നും നീ പറയാനൊന്നും വേണ്ട. ഓരോ പണിക്കും അതിൻ്റെതായ മഹത്വമുണ്ട്. ഒന്നിന് തരം താഴ്ത്തി കാണുകയും വേണ്ട. പിന്നെ നീ ഇപ്പം പറഞ്ഞില്ലേ എനക്ക് ഓളാക്കാളും വിദ്യാഭ്യാസമുണ്ട്, എനക്ക് ഞാൻ പഠിച്ച പണി തന്നെ കിട്ടണം. പണി കിട്ടണമെങ്കിൽ കുറച്ച് മെനക്കെടും വേണം. അല്ലാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്നിട്ട് പണിയും കൊണ്ട് നിൻ്റെ അടുത്തേക്ക് വരുമൊന്നുമില്ല. അതിന് കുറച്ച് അധ്വാനം വേണം. അത് അങ്ങനെ തന്നെയാണ് ആ പണിയിൽ ഇപ്പോൾ പണി കിട്ടിയത്.